ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അവിയലിന് ആവശ്യമായ പച്ചക്കറികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വൃത്തിയായി കഴുകിയെടുക്കാം. 2 പ്രാവശ്യം കഴുകണം. രണ്ടാമത്തെ പ്രാവശ്യം കഴുകി വാരിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാനൊരു പച്ചമുളകും ഒരു ചെറിയ വെണ്ടയ്ക്കയും കൂടെ കീറിയിടുവാണേ. അവിയലിന് ആവശ്യമായ തേങ്ങ ചിരണ്ടി എടുക്കാവേ. നമ്മുടെ അവിയലിന് അരപ്പുണ്ടാക്കാവേ. നമുക്ക് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. ആദ്യം നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും ഇട്ട് അല്പം വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്നുകൂടെ കറക്കിയെടുക്കാം. തേങ്ങ കൂടെ ഇട്ട് കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേന് ഈ പരുവത്തിലേക്ക് ആയിരിക്കും. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറിയിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അരച്ച ജാറിൽ തന്നെ അല്പം വെള്ളം എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി കൈകൊണ്ട് യോജിപ്പിച്ച ശേഷം പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഒന്ന് നന്നായി ഇളക്കി ഒന്നുകൂടെ അടച്ചു വെച്ച് നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് അല്പം കൂടെ വേവിച്ചെടുക്കാം. നമുക്ക് വെന്താന്ന് നോക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് എന്തെങ്കിലും വേണമെന്ന് ഒന്ന് നോക്കാം കേട്ടോ. ഒരു ലേശം ഉപ്പ് കൂടെ വേണവേ. ശകലം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി അടച്ച് വയ്ക്കാം. നന്നായി ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വയ്ക്കാം. നമുക്കൊന്നുകൂടെ തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ അവിയൽ നന്നായി വെന്തിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് മാറ്റി വയ്ക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് ഇറക്കുന്നതിന് മുന്നേ അല്പം എണ്ണ കൂടെ ചേർത്ത് നമുക്കിത് നന്നായി ഇളക്കി ഇനി അടച്ച് വെച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം. Pictures only words.